രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനിടെ പശ്ചിമ ബംഗാളിൽ വ്യാപക അക്രമം. സിപിഐഎം സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന് നേരെ വെടിവയ്പുണ്ടായി. അക്രമത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന സിപിഐഎം. വിവിധ മണ്ഡലങ്ങളിൽ ബൂത്തും വോട്ടിംഗ് മെഷീനും നശിപ്പിച്ചു. ബൂത്തുകൾ തൃണമൂൽ കോൺഗ്രസ് കൈയേറുന്നുവെന്ന പരാതി ഉയരുന്നു. അതേസമയം 11 സംസ്ഥാനങ്ങളിൽ 95 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭേദപ്പെട്ട പോളിംഗ് ശതമാനമാണ് നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലും നിന്നും പറയാൻ കഴിയുന്നത്. ബീഹാറിൽ 3 മണിവരെ 45.77%, ഉത്തർപ്രദേശിൽ 50.39%, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും 40% പോളിംഗ് അടുക്കുന്നുണ്ട്. അതേസമയം കർണാടകയിൽ മാത്രമാണ് പോളിംഗ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. അവിടെ 38% പോളിംഗ് ആണ് 3 മണിവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തുതന്നെയായാലും പശ്ചിമ ബംഗാളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ 56% ഇപ്പോൾ പോളിംഗ് അടുത്തിരിക്കുന്നു. ഈ പശ്ചിമ ബംഗാളിൽ ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളാണ് ഇന്ന് രാവിലത്തെ മണിക്കൂറുകളിൽ നടന്നത്. അവിടെ സിപിഐഎം സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് സലീമിന് നേരെ ആക്രമണവും വെടിവയ്പുമുണ്ട്. മുഹമ്മദ് സലീം സഞ്ചരിച്ച കാറ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പശ്ചിമ ബംഗാളിലെ ബൂത്തുകൾ കയ്യേറുകയും ചെയ്തിരുന്നു. അവിടെ വ്യാപകമായിട്ടുള്ള അക്രമം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും തമ്മിൽ വ്യാപകമായിട്ടുള്ള ഒരു അക്രമവും ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും അതിനുശേഷം അവിടെ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിൽ കുറച്ചു മുന്നേ അവിടെയും പ്രശ്നമുണ്ടായിരുന്നു. മണിപ്പൂരിൽ ഒരു ബൂത്തിൽ പോളിംഗ് ഓഫീസർ റീപോളിംഗ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവിടെ അക്രമമുണ്ടായി. അവിടെ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിക്കുന്ന ഒരു സംഭവത്തിലേക്കും പോയി. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തുതന്നെയാലും തമിഴ്നാട്ടിലെ 38 മണ്ഡലങ്ങളിലാണ് ഇന്ന് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കർണാടകയിലെ 14 മണ്ഡലങ്ങളും ഇന്ന് വിധിയെഴുതുന്നുണ്ട്. ഉത്തർപ്രദേശിലും ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ 10 മണ്ഡലങ്ങളും ഇന്ന് വിധിയെഴുതുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ BJPക്കെതിരെ മഹാസഖ്യത്തിന്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വോട്ടെടുപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് കർണാടകത്തിൽ BJPക്കെതിരെ JDS കോൺഗ്രസ് സഖ്യം മത്സരിക്കുന്നു. തമിഴ്നാട്ടിൽ BJP AIADMK ആയിട്ടുള്ള സഖ്യത്തിനെതിരെ കോൺഗ്രസ് DMK സഖ്യം മത്സരിക്കുന്നു. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും എല്ലാം തന്നെ മഹാസഖ്യം BJPക്കെതിരെ മത്സരിക്കുന്നു. അത്തരത്തിൽ ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് BJPക്കെതിരെയുള്ള മഹാസഖ്യത്തിന്റെ പരീക്ഷണം എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തു തന്നെയാലും തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുന്നു. ഒരു ഭേദപ്പെട്ട പോളിംഗ് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. ശരി വിഷ്ണു, വ്യക്തമാണ് വിശദാംശങ്ങൾ. ദില്ലിയിൽ നിന്നാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. BJP ദേശീയ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിനിടെ ചെരുപ്പേറ്. വാർത്താ സമ്മേളനം നടത്തുകയായിരുന്ന വക്താവ് GVL നരസിംഹറാവുവിന് നേരെയാണ് ചെരുപ്പെറിഞ്ഞത്. അഴിമതി വിരുദ്ധ പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന കാൺപൂർ സ്വദേശി ശക്തി ഭാർഗവാണ് ചെരുപ്പെറിഞ്ഞത്. ഇയാളെ BJP പ്രവർത്തകർ പിടികൂടി വാർത്താ സമ്മേളന ഹാളിൽ നിന്ന് മാറ്റി. എന്തിനാണ് ചെരുപ്പെറിഞ്ഞത് എന്ന് വ്യക്തമല്ല. This was a condemnable action on the part of the Congress party. This is yet another attempt by another Congress inspired. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് PS ശ്രീധരൻ പിള്ളയ്ക്കെതിരെ കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആറ്റിങ്ങൽ പോലീസാണ് പിള്ളയ്ക്കെതിരെ കേസെടുത്തത്. 4 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രികയുടെ പ്രകാശന ചടങ്ങിലായിരുന്നു ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം. ബാലാക്കോട്ടിലെ സൈനിക നടപടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടായ പരാമർശമാണ് കേസിന് ആസ്പദമായത്. 153, 153A വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളങ്ങളൊക്കെയുണ്ടല്ലോ, വസ്ത്രമൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റൂ എന്നായിരുന്നു പരാമർശം. സംഭവത്തിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും LDF പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മംഗലാപുരത്തു നിന്ന് കൊച്ചിയിലെത്തിച്ച നവജാത ശിശുവിന്റെ ശസ്ത്രക്രിയ ആരംഭിച്ചു. കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഡോക്ടർമാർ. കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ അറകളിലേക്ക് രക്തം എത്തിക്കുന്ന വെൻട്രിക്കിളിൽ ദ്വാരമുണ്ടെന്നും അയോർട്ടിക് വാൽവിന് ജന്മന വൈകല്യമുള്ളതായും കുറിപ്പിൽ പറയുന്നുണ്ട്.
3 ദിവസം പ്രായമായ കുഞ്ഞിനു വേണ്ടി വഴിയൊരുക്കി കാത്തിരുന്നു കേരളം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കായി പെരിന്തൽമണ്ണയിൽ നിന്നാണ് റോഡ് മാർഗം കുട്ടിയെ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില മോശമായതിനാൽ ഒരാഴ്ച കഴിഞ്ഞ് സർജറിയെക്കുറിച്ച് തീരുമാനിക്കാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ഹൃദയത്തിന്റെ ഇടതുഭാഗത്ത് വളർച്ചക്കുറവുള്ളതിനാലാണ് മലപ്പുറം വേങ്ങൂരിലെ നജാദ് ഇർബാന ദമ്പതികളുടെ 3 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ അടിയന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് എത്തിച്ചത്. പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ശ്രീചിത്ര വരെ 400 കിലോമീറ്റർ ദൂരം 5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് സുരക്ഷിതമായി കുഞ്ഞിനെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലൈഫ് എന്ന സംഘടനയാണ് കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. റോട്ടിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും പോലീസിന്റെ സഹകരണം, പ്രത്യേകിച്ച് AKDF കൂട്ടായ്മയുടെ സഹകരണം നല്ലപോലെയുള്ള കാരണം നമ്മൾ വണ്ടി മുന്നോട്ട് നീങ്ങി. നമ്മളിപ്പോൾ ഈ കൊച്ചിനെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിക്കുകയായിരുന്നു. യാത്രാമധ്യയിൽ ഉണ്ടായിരുന്ന യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. കയറുമ്പോൾ പേഷ്യൻ്റ് ഇത്തിരി സിക്കാണെങ്കിലും നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ആംബുലൻസ് കടന്നു വന്നിടത്തെല്ലാം കേരള പോലീസും AKDF എന്ന സംഘടനയും വഴിയൊരുക്കി കാത്തിരുന്നു. ആശുപത്രിയിലെത്തിച്ച കുട്ടിക്ക് ഹൃദ്യം പദ്ധതിയിലൂടെ ഇനി ചികിത്സ ലഭിക്കും. ശ്രീചിത്ര ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബൈജു എസ് ധരന്റെ നേതൃത്വത്തിലാണ് ചികിത്സ. കുട്ടി ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ്. സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് 15 ദിവസം പ്രായമായ കുഞ്ഞിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ അമ്മയുടെ ക്രൂര പീഡനത്തിനിരയായ 3 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. അതേസമയം കുട്ടിയുടെ അമ്മയെ അറസ്റ്റ് ചെയ്ത് വധശ്രമത്തിന് കേസെടുത്തു. വിവരങ്ങളുമായി KM ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശം? ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത് എപ്പോഴാണ്? ആനന്ദ്, അല്പം മുമ്പാണ് ഈ കുഞ്ഞിന്റെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 3 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ വധശ്രമത്തിനാണ് കേസെടുത്തിരുന്നത്. അമ്മയ്ക്കെതിരെ തന്നെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ജാർഖണ്ഡ് സ്വദേശിനിയാണ് പ്രതി. ഇവരെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ കുഞ്ഞിനെ മർദ്ദിച്ച ആ വീട്ടിൽ ചെന്നാണ് പോലീസ് ഇവരെയും കൊണ്ട് ചെന്നാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുൻപാണ് ഈ വീട്ടിൽ എത്തിയത്. അവിടെ പ്രതിയെയും കൊണ്ട് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ കുഞ്ഞിന്റെ പിതാവിനെ നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. കാരണം കുഞ്ഞിനെ മർദ്ദിച്ചത് പൂർണ്ണമായും കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് എന്നുള്ളത് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. ഈ കുഞ്ഞ് അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞിനെ മർദ്ദിച്ചത് എന്ന് അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. തടി കൊണ്ട് തലക്കടിക്കുകയും അത്തരത്തിൽ ഉള്ള ഭീകര മർദ്ദന മുറകളാണ് ഈ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിനോട് ചെയ്തിട്ടുള്ളത്. ചട്ടുകം പഴിപ്പിച്ചു വെക്കുന്ന അടക്കമുള്ള പ്രവൃത്തികൾ ഈ കുഞ്ഞിന്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ വധശ്രമത്തിന് കേസെടുത്ത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 48 മണിക്കൂർ നിരീക്ഷണത്തിലായിരിക്കും കുഞ്ഞ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. മസ്തിഷ്കത്തിന്റെ വലത് ഭാഗത്ത് വലിയ ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ക്ഷതമാണ് ഏറ്റിട്ടുള്ളത്. ഗുരുതരാവസ്ഥ തുടരുകയാണ്. ഈ 48 മണിക്കൂർ അത്തരത്തിൽ നിരീക്ഷണം തുടരും. അതേസമയം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് 48 മണിക്കൂർ നിർണായകമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പ്രതിയെയും കൊണ്ടുള്ള തെളിവെടുപ്പ് ഉടൻ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഉമേഷ്, വിശദാംശങ്ങൾ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്നാണ് ഇപ്പോൾ വിശദാംശങ്ങൾ ലഭിച്ചത്. വർഗീയത ഇളക്കി വിടുന്നവർക്കെതിരെ ജാഗ്രത വേണമെന്ന് ലത്തീൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് സൂസപാക്യം. നന്മയുടെ ശക്തിയുമായി കൂടിച്ചേർന്ന് പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുക എന്നതാണ് സഭയുടെ ലക്ഷ്യമെന്നും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും രാജ്യം ഉയർത്തെഴുന്നേൽക്കട്ടെ എന്നും സൂസപാക്യം തന്റെ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. പുതിയൊരു ക്ഷേമരാഷ്ട്രം സ്വപ്നം കണ്ടുകൊണ്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഭാരതീയ ജനത ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മൃത്യുവിൽ നിന്ന് അമർത്യതയിലേക്കും നമ്മുടെ രാജ്യം ഉയർത്തെഴുന്നേൽക്കട്ടെ എന്നതാണ് എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഭാരതീയ ജനതയ്ക്കുമായിട്ടുള്ള ആശംസയും പ്രാർത്ഥനയും. മറ്റ് ഏതൊരു സംസ്ഥാനത്തിലെ ജനങ്ങളെക്കാളും കൂടുതലായിട്ട് കേരള ജനതയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വർഗീയതയെക്കുറിച്ച് എനിക്ക് ഭയം തോന്നുന്നില്ല. പക്ഷെ അതേസമയം അത് ഇളക്കി വിടുവാനായിട്ട് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നമ്മൾ തീർച്ചയായിട്ടും ജാഗരൂകരായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
പത്തനംതിട്ട എംപിയും UDF സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണി അധികാരത്തിന്റെ പിൻബലത്തിൽ ഭാര്യയുടെയും സഹോദരങ്ങളുടെയും പേരിൽ അനധികൃതമായി വായ്പ തരപ്പെടുത്തി വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി പരാതി. എംപിയുടെ കുടുംബം സാമ്പത്തിക ക്രമക്കേട് നടത്തിയ സർവീസ് സഹകരണ ബാങ്കുകൾ കടുത്ത പ്രതിസന്ധിയിലാണെന്നും ആരോപണം ഉയരുന്നു. ആന്റോ ആന്റണി എംപിയുടെ സഹോദരനും കോൺഗ്രസ് സംഘടനാ നേതാവുമായ ചാൾസ് ആന്റണി പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയായിരിക്കെ 12 കോടിയുടെ ക്രമക്കേട് നടത്തിയതായാണ് ബാങ്ക് ഭരണസമിതി മുൻ ഭാരവാഹികൾ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുന്നത്. എംപിയുടെ ഭാര്യ ഗ്രേസ് ആന്റോയെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിൽ അംഗമാക്കുകയും ഇവരുടെ പേരിലുള്ള 47.596 വസ്തുവിന്റെ ഈടിന്മേൽ 3 പേരുടെ പേരിൽ 30 ലക്ഷം രൂപ ലോൺ നൽകുകയും ചെയ്തിട്ടുണ്ട്. എംപിയുടെ സഹോദരൻ ചാൾസ് ആന്റണിയുടെ ഭാര്യ, മകൾ, മറ്റ് ബന്ധുക്കൾ എന്നിവരുടെ പേരിൽ 1,40 ലക്ഷം രൂപ വായ്പയും എടുത്തു. എംപിയുടെ ജ്യേഷ്ഠ സഹോദരൻ ജെയിംസ് ആന്റണി, ഭാര്യ ചിന്നമ്മ ജെയിംസ്, മകൾ അനി എന്നിവരുടെയും മറ്റൊരു സഹോദരനായ ജോസ് ആന്റണി എന്നയാളുടെയും പേരിൽ 6,94 ലക്ഷം രൂപ സർവീസ് സഹകരണ ബാങ്കിൽ കുടിശ്ശികയുമുണ്ട്. ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഇത് സംബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് 2018 നവംബറിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സിറിയക് ലൂക്കോസ് ആരോപിച്ചു. കോട്ടയം DCC മെമ്പർ ഉൾപ്പെടെ 12 കോടി രൂപ ബാങ്കിന് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. വായ്പ എടുക്കുന്നത് 76 കോടി രൂപ ഡെപ്പോസിറ്റുള്ള ബാങ്കിൽ 25 കോടി രൂപ ജില്ലാ ബാങ്ക് വായ്പയുണ്ട്. ഇപ്പം ബാങ്കിന് നിക്ഷേപകർക്ക് പണം കൊടുക്കാനോ ചിറ്റ് പിടിച്ചവർക്ക് പണം കൊടുക്കാനോ ബാങ്കിന്റെ ബാക്കി ഒരു ഇടപാടുകൾ നടക്കാനോ സാധിക്കുന്നില്ല. ബാങ്ക് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈടുവെച്ച ഭൂമിയുടെ വില പെരുപ്പിച്ച് കാട്ടിയാണ് എംപിയുടെ കുടുംബം ഇത്തരം വലിയൊരു ക്രമക്കേട് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കേരളമാണ് ഏറ്റവും മികച്ച മാതൃകാ സംസ്ഥാനമെന്ന് അഭിമാനപൂർവ്വം പറയുന്ന രാഹുൽ ഗാന്ധി LDFന് വോട്ട് ചെയ്യണമെന്നാണ് പരോക്ഷമായി ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷമാണ് കേരളത്തെ ഈ വിധത്തിൽ മാറ്റിമറിച്ചതെന്ന് കൂടി അദ്ദേഹം ഓർമ്മിക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അങ്കമാലിയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. He comes here and says, we have given a corruption-free government. This government, the amount of money BJP is spending today, all this money is coming through this sort of corruption that has happened in the loot of India, through the NPS, through the Rafale deal, and through the deal of privatization of airports, including your Thiruvananthapuram airport, that is going to the Adanis, and all their friends are getting these deals, and all the money is coming back to the BJP through the new legal form of electoral bonds. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്ന RSS നേതൃത്വം നൽകുന്ന മോദി സർക്കാർ വർഗീയ വികാരങ്ങൾ ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് CPIM PB അംഗം പ്രകാശ് കാരാട്ട്. വർഗീയതയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ പ്രചാരണങ്ങൾക്ക് ആവേശം പകർന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് മണ്ഡലത്തിലെത്തിയത്. ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്ന BJPയെ കടന്നാക്രമിച്ച പ്രകാശ് കാരാട്ട് കോൺഗ്രസിന്റെ കാപട്യങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്തു. നിലപാടുകളിൽ മാറ്റമില്ലാത്തത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. സ്വയം ദുർബലപ്പെട്ട കോൺഗ്രസ് ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ പലരും ഇന്ന് BJPയുടെ പ്രതിനിധികളാണെന്നും BJPക്കും കോൺഗ്രസിനുമിടയിൽ അകലം കുറയുന്നുവെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. In today's political situation, it is only the left who is the most consistent, determined fighter politically and ideologically against the BJP and the communal forces. The Congress party has shown itself time and again to be compromising with the BJP and the communal forces. See how in this run-up to the Lok Sabha elections, dozens of Congress leaders have deserted the Congress and joined the BJP. So the distinction between the Congress and the BJP is getting blurred because of the erosion of the ideological commitment of the Congress to fight the communal forces. ജനങ്ങൾക്ക് നൽകിയ പല വാഗ്ദാനങ്ങളും ലംഘിച്ച മോഡി തൊഴിൽ അവസരങ്ങളെക്കാൾ തൊഴിലില്ലായ്മയാണ് സൃഷ്ടിച്ചത്. ഈ ഭരണത്തിൽ നേട്ടമുണ്ടാക്കിയത് വിരലിലെണ്ണാവുന്ന വൻകിടക്കാർ മാത്രമാണ്. ഇതിനെല്ലാമെതിരെ ശബ്ദമുയർത്തിയത് രാജ്യത്തെ ഇടതുപക്ഷമാണെന്നും പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് PK ചിത്രഭാനു അധ്യക്ഷനായ യോഗത്തിൽ LDF നേതാക്കളായ വൈക്കം വിശ്വൻ, AV റസൽ, CK ശശിധരൻ, മാണി C കാപ്പൻ, അഡ്വക്കേറ്റ് VB ബിനു,
അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, സാബു മുരിക്കവേലി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മഹാറാണി സിൽക്സ് ന്യൂസ് ഇൻ ബ്രീഫ് ബ്രോട്ട് യു ബൈ മഹാറാണി സിൽക്സ്. വയനാടിന്റെ റാണി ഇനി മഹാറാണി. മഹാറാണി സിൽക്സ്, കൽപ്പറ്റ. കൈക്കൂലി കേസിലെ അറസ്റ്റ് ഭയന്ന് മുൻ പെറു പ്രസിഡന്റ് സ്വയം വെടിവെച്ച് മരിച്ചു. അലൻ ഗാർഷിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്തത്. ഇന്ത്യക്ക് പിന്നാലെ ഇംഗ്ലണ്ടിലും പോൺ വെബ്സൈറ്റുകൾക്ക് വിലക്ക്. എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ നീലച്ചിത്രം ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകൾക്ക് ധാരാളമായി അടിമപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. നീലച്ചിത്രങ്ങൾ കണ്ടേ മതിയാവൂ എന്നാണെങ്കിൽ തന്റെ പേരും വിലാസവും ജന്മദിനവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. കത്തി നശിച്ച നോത്രദാം കത്തീഡ്രൽ എത്രയും പെട്ടെന്ന് പുതുക്കി പണിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. 8 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള നോത്രദാം പള്ളിയുടെ പ്രധാന ഗോപുരവും മേൽക്കൂരയും ഉൾപ്പെടെ തിങ്കളാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് കത്തി നശിച്ചത്. പള്ളിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്.